മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ വീഡിയോയും ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫേക്ക് വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണെന്ന് പറയാം. നമ്മുടെ മെയിൻ സ്ട്രീം മലയാളം മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഫേക്ക് വാർത്തകൾ മാത്രമാണ് പടച്ചുവിടുന്നത്. ട്വിറ്ററിൽ കാണുന്ന റാൻഡം പോസ്റ്റുകളൊക്കെ, അതിനകത്ത് ചിലതൊക്കെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോയൊക്കെ എടുത്തിട്ട് കറാച്ചിയിലെ പോർട്ട് പൊട്ടിത്തെറിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ വാർത്ത പടർത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ചില ന്യൂസുകളൊക്കെ കിടക്കുന്നുണ്ട്. യൂട്യൂബിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, INS വിക്രാന്ത് കറാച്ചി പോർട്ട് ലക്ഷ്യമാക്കി പോകുന്നു, അവിടെ INS വിക്രാന്ത് കറാച്ചീനെ ആക്രമിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകളൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. പാകിസ്ഥാനികൾ മോശമൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ അവർ ഇഷ്ടംപോലെ ഫേക്ക് വാർത്തകളൊക്കെ വിട്ടിരുന്നു. നമ്മൾ 5 വിമാനങ്ങളൊക്കെ അടിച്ചിട്ടു എന്നുള്ള രീതിയിൽ അവരും ഫേക്ക് വാർത്തകൾ വിട്ടു. അതിനുശേഷം അതിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് നമ്മുടെ മീഡിയകളൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ റിലയബിലിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇവരാരും സെൻസിബിളായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം നമ്മളാണെങ്കിലും ഒരു ന്യൂക്ലിയർ നേഷനാണ്, അവരാണെങ്കിലും ന്യൂക്ലിയർ നേഷനാണ്. അവരുടെ കയ്യിൽ 160ഓളം വെപ്പൺസ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലാണെങ്കിലും 160ഓളം ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആരും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അവിടെ പോയി അടുക്കി, പാകിസ്ഥാനെ പോയി വീഴ്ത്തി. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചേക്കായിരുന്നു. അല്ലെ, ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറയുകയാണ്, പാകിസ്ഥാനികളൊന്ന് കളിയാക്കി, യുദ്ധം തുടരണം, യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു. ശരിക്കും ഭയങ്കരമായിട്ടുള്ള ലോ IQ ബിഹേവിയറാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ, ഇതിൻ്റെ വലിയ റീസൺ എന്ന് പറയുന്നത് മീഡിയ തന്നെയാണ്. അപ്പോൾ മീഡിയ ആണ് ഇതിനെ വാർ ഹിസ്റ്റീരിയ എന്നും പറഞ്ഞ് അവർ തന്നെ പറയും, അയ്യോ വാർ ഹിസ്റ്റീരിയ പടർത്തരുതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഇല്ലാത്ത വാർത്തകൾ, അതുപോലെ തന്നെ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന പരിപാടിയും അവർ തന്നെയാണ് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ടും അതുപോലെ തന്നെ സെൻസിബിളായിട്ടും നേരിടേണ്ട ഒരു കാര്യമാണ് ഈ വാറെന്ന് പറയുന്നത്. മാത്രമല്ല, ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്ന സാധനം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനികളുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഈ പറയുന്ന യാതൊരു നെറിയോ നേരൊന്നുമില്ല. നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി അവരുടെ കയ്യിൽ വെപ്പൺ ഇരിക്കുന്ന കാര്യം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ നേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് അവർ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുകയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് അതിനെക്കുറിച്ച് വായിക്കാൻ സാധിച്ചു. ഇപ്പോൾ നിലവിൽ ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിലിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ഉണ്ട്, ചൈനയുണ്ട്, UK ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ നോർത്ത് കൊറിയ ഈ സംഭവം അച്ചീവ് ചെയ്തത്? സൗത്ത് കൊറിയയ്ക്ക് ഇല്ല, പക്ഷേ നോർത്ത് കൊറിയയ്ക്ക് എങ്ങനെയാണ് ഈ സംഭവം കിട്ടിയത്? അതിനെക്കുറിച്ച് നോക്കി പോയപ്പോഴാണ് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ്റെ പരിപാടികളെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് അച്ചീവ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആളെന്ന് പറയുന്നത് AQ ഖാൻ എന്ന് പറയുന്ന അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിക്കാരനാണ് പാകിസ്ഥാനിലെ ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ ഭോപ്പാലിൽ ജനിച്ച ഒരാളാണ്. 1950 ശേഷം പുള്ളിക്കാരൻ പാകിസ്ഥാനിലേക്ക് പോയി. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് പഠിക്കാനൊക്കെ ആയിട്ട് യൂറോപ്പിൽ പോയി. അവിടെ വെച്ച് യൂറോപ്പിൽ യുറൻകോ എന്ന് പറയുന്ന ഒരു ഡച്ച് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ യുറേനിയമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. അവിടെ സെൻട്രിഫ്യൂഗൽ യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇൻഫർമേഷനൊക്കെ നൈസായിട്ട് കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ പുള്ളി ഇല്ലീഗലി കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യയിൽ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺ അച്ചീവ് ചെയ്തെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനും തീർച്ചയായും പേടിയായി. അവർക്കും അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ AQ ഖാൻ എന്ന് പറയുന്ന ഇയാൾ പാകിസ്ഥാനിലേക്ക് വിളിച്ചു പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ അവിടെ നിന്ന് ഈ ഡാറ്റയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഈ നെതർലൻഡ്സിൽ നിന്ന് മുങ്ങിയതിന് ശേഷം പാകിസ്ഥാനിൽ പോയി. അവിടെ ചെന്നിട്ടാണ് പുള്ളിക്കാരൻ കുറേ തരികിട പരിപാടികളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചുമ്മാ പോയി സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മെഷീനറി അതുപോലെ തന്നെ വേറെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഇറക്കുമതിയാണ്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ഇല്ലീഗലായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ പാകിസ്ഥാനിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരന് വേണ്ടി ലാബൊക്കെ പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ലാബൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് 1998 ആറ്റം ബോംബ് പൊട്ടിച്ചിട്ട് അവർ സക്സസ്ഫുൾ ആയിട്ട് ഈ സംഭവം ഡെവലപ്പ് ചെയ്തു എന്ന് ലോകത്തെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺ കയ്യിലുള്ള ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇയാൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനെറിയിട്ട പരിപാടിയാണ് ചെയ്തത്. AQ ഖാൻ എന്നുള്ള ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ തകർക്കാൻ പറ്റുന്ന പരിപാടികളാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തതെന്നുള്ളതാണ്. ഇയാളുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പറഞ്ഞ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ മറ്റ് പല രാജ്യങ്ങൾക്ക് ഇയാൾ കൈമാറി പൈസയ്ക്ക്. അത് മില്യൺ കണക്കിന് ഡോളർ, 100 മില്യണിന് മുകളിലൊക്കെയാണ് ഓരോ രാജ്യത്തിനും പുള്ളിക്കാരൻ ഇത് കൈമാറിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി മില്യണയറാണ്, മേ ബി ഒരു ബില്യണയർ ആയിരിക്കും അയാൾ. 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ലിബിയ, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, പിന്നെ ഇറാൻ, ഇറാഖ്, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് ഇയാളുടെ ഇൻഫർമേഷൻ, ഈ സെൻട്രിഫ്യൂഗൽ പരിപാടികളെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ
പുള്ളിക്കാരൻ അങ്ങോട്ട് കൈമാറി. അപ്പോൾ അതിനൊക്കെ പുള്ളിക്കാരൻ പൈസയും. അപ്പോൾ അങ്ങനെ കാശിന് വേണ്ടി യാതൊരു എത്തിക്സ് ഇല്ലാതെ ഒരു ചെറ്റത്തരമാണ് ഈ AQ Khan എന്ന് പറഞ്ഞ ആൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് AQ Khan നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിൻ്റെ ടൈം ലൈൻ ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇയാൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് 2000-ന് ശേഷമാണ് ലിബിയയുടെ കയ്യിൽ നിന്ന് ലിബിയ അവർ വോളണ്ടറിലി ഇത് ഗിവപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിനെപ്പറ്റി ലോകത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് യാതൊരു ബോധവും വിവരമൊന്നും ഇല്ല പാകിസ്ഥാനികൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര കോഷ്യസ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും എതിരാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരെ രാജ്യം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? പക്ഷേ നമുക്ക് നഷ്ടപ്പെടാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഒരു ഹയർ ട്രജക്ടറിയിലാണ്, നമ്മൾ അപ്വേർഡ് ട്രജക്ടറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കാണ് കൂടുതൽ നഷ്ടപ്പെടാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നൈസായിട്ട് ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പഹൽഗാമിൽ അറ്റാക്ക് കിടന്നു, തീവ്രവാദി ആക്രമണമായിരുന്നു. അതിനെതിരെയായിട്ട് നമ്മൾ തീവ്രവാദി കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ മിസൈൽ വിട്ടു. അതിൽ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ മരിച്ചു വീണു. അത് അയാൾ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനുള്ള റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിലാണ് തീർച്ചയായും അവിടെ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവും. കാരണം മെയിൻലാൻഡ് പാകിസ്ഥാനിൽ പോയിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചവിടെ നിന്ന് അറ്റാക്ക് ഉണ്ടായി. ഡ്രോൺ അറ്റാക്കുകൾ അതുപോലെ തന്നെ മിസൈലുകളൊക്കെ അവർ വിട്ടു. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് തടുത്തിട്ടു. അതിനുശേഷം 3-ാമത്തെ ദിവസം സീസ് ഫയർ വന്നു. സീസ് ഫയറിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് പാകിസ്ഥാൻ മിലിറ്ററി അങ്ങനെയാണ്. പണ്ട് തൊട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സീസ് ഫയർ ഉണ്ടെങ്കിൽ പോലും അവർ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും, വലുതായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഒതുക്കി തീർക്കാവുന്ന ഒരു കാര്യമുള്ളൂ. 2-3 ദിവസം കൊണ്ടൊക്കെ ഇത് അടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ ചില ആൾക്കാർക്ക്, എസ്പെഷ്യലി മീഡിയ, അതുപോലെ തന്നെ ചില വൃത്തിയായിട്ട് ഇൻഫ്ലുവൻസേഴ്സ്, അവരൊക്കെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർ പോരാ, പാകിസ്ഥാനെ പോയി ഇനി അടിക്കണം, അവരിപ്പോഴും സീസ് ഫയർ ലംഘിച്ചിരിക്കുകയാണ്, അവർ തകർത്ത് കളയണം. ഇത് നടപടിയാവുന്ന കാര്യമല്ല. പിന്നെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി 1971-ലാണ്. ആ സമയത്ത് അവരിൽ ന്യൂക്ലിയർ വെപ്പണില്ല. വീണ്ടും ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യമാണ് വീണ്ടും എടുത്ത് പറയുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ കുറച്ചെങ്കിലും സ്റ്റേബിളായിട്ട് ഇരിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ IMF ഫണ്ടൊക്കെ അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ഈ താലിബാൻ പോലെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ താലിബാൻ തന്നെ പാകിസ്ഥാനിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്ന പോലെ അവിടുത്തെ ഗവൺമെൻറ് മറച്ചിട്ടിട്ട് അവിടെ താലിബാൻ കയറിയിരുന്നു എന്ന് പറയുന്ന പോലെ അതേ പരിപാടി പാകിസ്ഥാനിൽ താലിബാൻ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് മറച്ചിട്ടിട്ട് അവിടെ കയറിയിരിക്കാനായിട്ടാണ് അവിടുത്തെ താലിബാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലേക്കൊക്കെ ന്യൂക്ലിയർ വെപ്പൺ എത്തിക്കഴിഞ്ഞാൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി, ലോകം തന്നെ തകരൂലേ? അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് വേണം എന്നുള്ളത് ലോകത്തിൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലിബാൻ പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ കയറുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ന്യൂക്ലിയർ വെപ്പൺ എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ്, ഇത് വളരെ സെൻസിറ്റീവും അതുപോലെ തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചുമ്മാ ഈ കണ്ണ മീഡിയക്കാരൊക്കെ ഒരു ബോധമില്ലാതെയാണ്, ഭയങ്കര ഇൻ്റലക്ച്വലൊക്കെ ആയിട്ട് പറയുന്ന ചില ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള അവരുടെ വാർ കമൻട്രി കേട്ട് കഴിഞ്ഞപ്പോൾ തൊലി ഉരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഭയങ്കര മോശം, ഭയങ്കര സെൻസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യത്തിൽ ഇവർ എന്തൊക്കെയാണ് ഒരു കാട്ടിക്കൂട്ടുന്നത്. ചുമ്മാ ഒരു ഗെയിം പോലെയൊക്കെയാണ് ചില ആൾക്കാർ ഇതിനെ കാണുന്നത്. അപ്പോൾ എന്താണ് കാശ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.